എന്ന് പറഞ്ഞ ഇന്നത്തെ സുവിശേഷത്തില് ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് വിധക്കാരന്റെ ഉപമയുടെ ഒരു വിശദീകരണം ചോദിക്കുകയാണ്, എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ്. ഈശോ ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപമ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ആ ഉപമ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈശോ ആ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ലളിതമായ ഉപമ അതായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപമ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ. എന്നിട്ട് ഈശോ അതിന്റെ വിശദീകരണം കൊടുക്കാതിരിക്കുന്നില്ല, ഈശോ അത് അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഒരു മനോഭാവം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപമ പോലും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ അതിനെ വിശദീകരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള രീതിയിൽ ഈശോ അവർക്ക് അത് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വചനം മനസ്സിലാക്കി ആ വചനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ഈശോ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എത്ര സിമ്പിളായിട്ട് ഈ വചനം വിശദീകരിച്ചു തരാനും ഈശോ തയ്യാറാണെന്നുള്ളതാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തിലെ പൗലോസിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളോട് പറയുന്നത്. പൗലോസിലെ പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിക്കണം, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് തുടർന്ന് പൗലോസിലെ പറയുകയാണ്, നിങ്ങൾ നന്മയെ മുറുകെ പിടിക്കണം, തിന്മയായിട്ടുള്ളതിനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണ്. സ്നേഹമുള്ളവരെ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളിൽ പൗലോസിലെ പറഞ്ഞു വെക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, വചനം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്ര ലളിതമാക്കി തരാനായിട്ട് സാധിക്കുമോ അത്രയും ലളിതമായി നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈശോ ശ്രമിക്കുന്നുണ്ട്. വചനം മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്